ലിവറിൻ്റെ റീജനറേഷൻ കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ നല്ലൊരു നോർമൽ ഹെൽത്തി ലിവർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു 80%, അതായത് 90% വരെ നമ്മൾ അതിനെ കട്ട് ചെയ്യുവാണെങ്കിൽ ആ ബാക്കി നിൽക്കുന്ന എമൗണ്ട് ആ ലിവർ തിരിച്ചു വളരും. എന്ന് വെച്ചാൽ ലിവറിൻ്റെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ അതിനെ സ്ട്രെസ് ചെയ്യും തോറും അത് ആ സ്ട്രെസ്സിനെ വകവരുത്താൻ ശ്രമിക്കും. അങ്ങനെ ആ അവയവത്തിൻ്റെ ഒരു മേക്ക് അങ്ങനെയാണ്. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മദ്യം കഴിക്കുന്ന ആൾക്കാർ, ഇപ്പം മദ്യം കുറച്ച് കഴിച്ചാലും അമിതമായി കഴിച്ചാലും, ഇപ്പം പണ്ടൊക്കെ പറയും കുറച്ച് മദ്യം കഴിച്ചാൽ കുഴപ്പമില്ല, കുറേ കഴിച്ചാലേ പ്രശ്നമുള്ളത്. ആ ധാരണയൊക്കെ ഇപ്പോൾ പോയി. അതായത് നമ്മളിപ്പോൾ കുറച്ച് മദ്യം കഴിക്കുന്ന വ്യക്തികളിൽ ബാക്കി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചിലവർക്ക് അമിതവണ്ണം കാണും, ചിലർക്ക് ഡയബറ്റീസ് കാണും. വണ്ണമൊക്കെ ഓക്കെ ആയിരിക്കും, പക്ഷേ ഡയബറ്റീസ് കാണും. അല്ലെ ഹാർട്ടിൻ്റെ വേറെ അസുഖങ്ങൾ, ഇപ്പം ഹൈ ബ്ലഡ് പ്രഷർ കാണാം, അല്ലെ നേരത്തെ ബ്രെയിനിൻ്റെ അസുഖം, സ്ട്രോക്കുള്ള വ്യക്തികളാവാം, ഒട്ടും ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്ത വ്യക്തികളാവാം, സെഡൻഡറി ലൈഫാണ്, അധികം ഫിസിക്കൽ എക്സസൈസ് ഒന്നും ചെയ്യാത്ത വ്യക്തികൾ. അവരിലൊക്കെ കുറച്ച് മദ്യം ചെന്നാലും അത് പല തവണയായിട്ട് ചെല്ലുമ്പോൾ തന്നെ ലിവറിന് അതൊരു സ്ട്രെസ്സാണ്. അപ്പോൾ ആ സ്ട്രെസ്സ് നികത്താൻ ലിവർ റീജനറേഷന് ശ്രമിക്കും. പക്ഷേ ആ ശ്രമം എന്ന് പറയുന്നത് ലിമിറ്റഡാണ്. ഒരു ലെവൽ കഴിയുമ്പോഴത്തേക്ക് ആ റീജനറേറ്റീവ് കപ്പാസിറ്റി കുറയും. എന്നാ വെച്ചാൽ ഈ ഇൻസൾട്ട് കൂടുതലേ വരുന്നു, അതായത് പെർസിസ്റ്റൻ്റ് ആയിട്ട് ഇൻസൾട്ട് വരുന്നു. അങ്ങനെയുള്ള പേഷ്യൻസിൽ, അങ്ങനെയുള്ള വ്യക്തികളിൽ ഈ ലിവറിൻ്റെ റീജനറേറ്റീവ് കപ്പാസിറ്റി കുറയുമ്പോഴാണ് നമുക്ക് ലിവറിൽ ചുരുക്കം സംഭവിച്ചത്, പിന്നെ അത് സിറോസിസ് ആയിട്ട് ലിവർ ഫെയിലറായി മാറുന്നത്. അപ്പം ഈ എല്ലാവരുടെയും ലിവറിൻ്റെ കപ്പാസിറ്റി ഒരുപോലെ അല്ല. അതായത് ഇപ്പം ഒരാൾ എൻ്റെ ക്ലിനിക്കിൽ തന്നെ വരുന്ന പല പേഷ്യൻസും 38-40 വയസ്സേ ഉള്ളൂ. അവർക്ക് വല്ലപ്പോഴും മദ്യം കഴിക്കുന്നവരാണ്. ഫോർ എക്സാമ്പിൾ ഒരു ആഴ്ച ചിലപ്പം 3 ഡ്രിങ്ക്സാണ്, 30 ml 60 ml 3 ഡ്രിങ്ക്സ്. അങ്ങനെ ഒരു 3 വർഷം 4 വർഷമായിട്ട് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ 5ാമത്തെ 6ാമത്തെ വർഷം അവർ സിറോസിസ് ആയിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ പണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ മുക്കുടിയന്മാരിലെ കരൾ രോഗം വരുള്ളൂ എന്നുള്ള പരിപാടിയൊക്കെ തീർന്നു. മുക്കുടിയന്മാർ വരുന്നുണ്ട്, അതായത് നന്നായിട്ട് കുടിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ലാസ്റ്റ് വീക്ക് അഡ്മിറ്റ് ചെയ്ത് രക്തഛർദ്ദിച്ച ഒരു വ്യക്തി, ഭയങ്കരമായിട്ട് ഓൾമോസ്റ്റ് ഒരു 2.5 ലിറ്റർ രക്തഛർദ്ദിച്ചാണ് അദ്ദേഹം എൻ്റെ ICUയിൽ വന്നത്. അദ്ദേഹം കുടിച്ചുകൊണ്ടിരുന്നത് 1.5 ലിറ്ററാണ് എല്ലാ ദിവസവും, 1.5 ലിറ്റർ. അതായത് വെറുതെ ഞാൻ 2 ലിറ്റർ വരെ കുടിച്ച ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ 1.5 ലിറ്റർ എല്ലാ ദിവസവും കുടിച്ചിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് രക്തഛർദ്ദിച്ച് ഇപ്പോഴാണ് ഡയഗ്നോസ് ചെയ്യുന്നത് കരളരോഗം ഉണ്ടെന്ന്. പക്ഷേ അദ്ദേഹത്തിന് ശരിക്കും നോക്കിയാൽ സിറോസിസ് ഇല്ല, അദ്ദേഹത്തിന് ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് ഒരു സംഭവമാണ്, മദ്യം മൂലമുള്ള കരൾ വീക്കം. അതായത് നമ്മുടെ ലിവർ ഫെയിലർ ആവാനും ലിവറിൻ്റെ ഫെയിലറിൻ്റെ ആയിട്ടുള്ള പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനും സിറോസിസ് ആവണമെന്ന് പോലും ഇല്ല. അമിതമായി മദ്യം കഴിക്കുന്ന ആൾക്കാരിൽ ഈ ക്രോണിക് ലിവർ ഡിസീസ്, പെർമനൻ്റ് ആയിട്ടുള്ള ലിവർ ഡാമേജ് ഇല്ലെങ്കിലും ആൽക്കഹോളിക് ഹെപ്പറ്റൈറ്റിസ് വന്നാലും ഇതുമാതിരി ഭയങ്കര പിന്നെ നമ്മുടെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള ഡിസീസസ് വരാം ലിവറിൻ്റെ. അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ ഏജ് വെറും 29 29 ഇയേഴ്സ് ഓൾഡാണ്, വെന്റിലേറ്റർ കിടക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വരെ ഞാൻ ഇവിടെ വരുന്നിടം വരെ ആൾ സ്റ്റേബിളാണ്, കുഴപ്പങ്ങളൊന്നുമില്ല, ബ്ലീഡൊക്കെ കൺട്രോളായി. പക്ഷേ എന്നാലൊരു ഭയങ്കര ഫൈറ്റാണ്. ഏകദേശം 1.5-2 ലക്ഷത്തോളം ആവും അവർക്ക് ചിലവ് ഈ ICU എന്നൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലെത്താൻ, രക്ഷപ്പെട്ടാൽ. ഒന്ന് ആലോചിക്കുക, ആ ഒരു മദ്യപാനം ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും പൈസയും നമുക്ക് ലാഭിക്കാമായിരുന്നു. അപ്പം ഈ കുറച്ച് തോതിൽ കഴിക്കുന്നത് ഓക്കെയാണ്, ലിവർ വളരുമല്ലോ, ലിവറിന് നമുക്ക് പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെ ഒരു അവയവമാണെന്ന് കരുതുന്നതും തെറ്റാണ്. എന്ന് വെച്ചാൽ ലിവറിൻ്റെ എല്ലാവരുടെയും കപ്പാസിറ്റി ഇതുപോലെയല്ല. കുറച്ച് കഴിക്കുന്ന ആൾക്കാരിൽ സിറോസിസും അമിതമായി കഴിക്കുന്ന ആൾക്കാരിൽ സിറോസിസ് ഇല്ലാതെ ലിവർ ഫെയിലറും നമ്മൾ കാണുന്നുണ്ട്. ഇതിപ്പം നമ്മളിപ്പം ഒന്നും കഴിച്ചില്ലെങ്കിലും നമ്മുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആൽക്കഹോൾ പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ഉണ്ട്. പക്ഷേ അത് ഫിസിയോളജിക്കലി ബാലൻസ്ഡ് ആണ്. നമ്മൾ ഈ ഹോമിയോസ്റ്റസിസ് എന്ന് പറയും. അപ്പം നമ്മുടെ ബോഡിയിലെല്ലാം എപ്പോഴും നല്ല സാധനങ്ങളല്ല, ഗുഡ് തിങ്സ് ബാഡ് തിങ്സ് ഉണ്ട്. അപ്പം പക്ഷേ ഈ ഗുഡ് തിങ്സും ബാഡ് തിങ്സും തമ്മിലൊരു ബാലൻസാണ് നമ്മൾ ഇൻ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, നമ്മളിപ്പം ഫെർമെൻറ്റഡ് ഫുഡ്സ് കഴിക്കുമ്പോൾ ഫെർമെൻറ്റഡ് ഫുഡ്സ് മാത്രമല്ല കഴിക്കുന്നത്, അതിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ കൂടെ പച്ചക്കറികളുണ്ട്, അതേ മീറ്റ് ഐറ്റംസ് ഉണ്ട്, ഡയറി ഉണ്ട്, അപ്പം അങ്ങനെ പല പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഈ ആൽക്കഹോൾ ജനറേഷനും അതിൻ്റേതായിട്ടുള്ള ആ ലിമിറ്റിംഗ് കപ്പാസിറ്റി നോർമലായിട്ട് നടക്കുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അഡീഷണൽ ആയിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ ആ ലിമിറ്റിംഗ് കപ്പാസിറ്റി ടെസ്റ്റ് ആവുകയാണ്. അതായത് ഹോമിയോസ്റ്റാറ്റിക് മെക്കാനിസം ഒന്ന് ഡിസ്റപ്റ്റഡ് ആവുകയാണ്, ഒന്ന് മാറുകയാണ് അവിടെ. അപ്പോൾ അത് ഡെയിലി റൂട്ടീനായി മാറുമ്പോഴത്തേക്ക് അത് പിന്നെയും കൂടുതൽ പ്രോബ്ലം ആവുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഫുഡിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഫെർമെൻറ്റഡ് ഫുഡ്സിലൂടെ വരുന്ന ഈ ആൽക്കഹോൾ കണ്ടൻറ്റും നമ്മൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന പ്യുവർ ആൽക്കഹോൾ കണ്ടൻറ്റും തമ്മിൽ നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ ആപ്പിളും ഓറഞ്ചും കമ്പയർ ചെയ്യുന്ന മാതിരിയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ കുറച്ച് ആൽക്കഹോളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ചുകൂടെ ആൽക്കഹോൾ ആവാം എന്ന് പറയുന്നത് തെറ്റാണ്. അതായത് അതിനകത്തൊരു ഡോസ് മേക്സ് എ പോയ്സൺ സംഭവമില്ല. ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞവർ തന്നെ WHO പറയുന്നു, പഠനങ്ങളെല്ലാം പറയുന്നത് നോ സേഫ് ലിമിറ്റ് ഓഫ് ആൽക്കഹോൾ. അത് നമ്മൾ കൺസംഷനെ പറ്റി പറയുന്നത്, അല്ലാതെ നമ്മൾ അറിയാതെ കഴിക്കുന്ന ആൽക്കഹോൾ ജനറേഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ അറിഞ്ഞുകൊണ്ട് നമ്മളത് ചെയ്യുമ്പോൾ അത് അഡീഷണലാണ്. അതൊരു ലോജിക്കൽ ഡിസ്കഷൻ അല്ലെന്നാണ് ഞാൻ പറയുന്നത്.